ഇനിയാണ് നമ്മൾ നമ്മുടെ കോർ കോൺസെപ്റ്റിലോട്ട് വരാൻ പോകുന്നത്. അതായത് ലൈൻ ബെൻഡിങ്, കർവുകളെ ബെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ സാധനം എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എക്സ് സ്ക്വയർ കോംപ്ലിക്കേറ്റഡ് ആണ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റ് കോംപ്ലിക്കേറ്റഡ് ആണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ സിമ്പിളറായിട്ട് ഒരു എക്സാമ്പിൾ എടുത്തു എന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ നമ്മുടെ ഇതേ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ എന്താ, ഇതില് ഈ കാണുന്ന നമ്മുടെ ഈ റെഡ് ലൈൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ടൈലർ സീരീസ് ആണെങ്കിൽ എല്ലാ പോയിന്റിലും സെയിം റിസൾട്ട് വരും. പക്ഷേങ്കിൽ ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ നമ്മുടെ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് 1 മാത്രമേ സെയിം റിസൾട്ട് വരും. അത് വിഷ്വലി തന്നെ നോക്കിയാൽ മനസ്സിലാകത്തില്ല. അതാണ്ട് ഇവിടെ എക്സിന്റെ വാല്യൂ എത്ര, -1.450. ഇവിടെ എക്സിന്റെ വാല്യൂ എത്ര, -1.450 എത്തിച്ച്. ഇനി വൈയുടെ വാല്യൂ എന്താ, അതായത് ഈ പോയിന്റുകൾ എവിടെ കിടക്കുക, എക്സ് സെയിമാ നോക്ക്, ഇവിടെ എക്സ് സെയിമാ, വ്യത്യാസമൊന്നുമില്ല അല്ലെ. ഈ 1.5 ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ സെയിമാ, പക്ഷെ വൈ വാല്യൂ ഇവിടെ കിടക്കുന്നത്, വൈ ഒന്ന് അങ്ങ് മേളില് സെക്കൻഡ് ക്വാഡ്രന്റിലും ഇവിടെ വൈ അങ്ങ് താഴെ തേർഡ് ക്വാഡ്രന്റിലും. ഓക്കെ, എക്സ് വാല്യൂസ് സെയിമാ പക്ഷെ വൈ സെയിം അല്ല. അതിന്റെ കാര്യം എന്താ, ഈ ലൈൻ ദാ ഇതുവഴി ഇങ്ങനെ പോന്ന് വളഞ്ഞു പോകുന്ന സാധനം, ഇത് ഇങ്ങനെ നൂത്തൊരു സാധനം വരച്ച്. ഓക്കെ, അപ്പൊ പിന്നെ എങ്ങനെയാ സെയിം ആവുന്നത്, അതായത് ഈ പോയിന്റിൽ ഇത് മേളിലും ഈ പോയിന്റിൽ ഇത് താഴെ ഇരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഒരു പോസിബിലിറ്റി ഇല്ലേ, പോസിബിലിറ്റി ഉണ്ട്. എങ്ങനെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇതിനെ മടക്കി 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 ഇതിന്റെ അടുത്തോട്ട് എത്തിച്ചാലോ, മനസ്സിലായോ? ഒരു വഴി ഉണ്ടേ, വേണേ നമുക്ക് ഇത് ഇപ്പൊ എന്താ, ഇത് സെയിം വാല്യൂ കിട്ടാത്തതിന്റെ കാര്യം എന്താന്ന് മനസ്സിലായല്ലോ. അതായത് ഇപ്പം ഞാൻ എന്താ ഇവിടെ എടുത്തു, ഇവിടെ എക്സും സെയിം തന്നെ, 1.950. പക്ഷെ വൈ നോക്ക്, വൈ വ്യത്യാസമുണ്ട്, ഒന്ന് മേളിലും ഒന്ന് താഴെ. അതിപ്പോ ഇക്വേഷൻ വെച്ച് നോക്കണമെന്നില്ല, കണ്ണ് തുറന്ന് നോക്ക്. കണ്ടേ, ഇത് വരച്ചതാ ഇവിടുന്ന് ഇങ്ങോട്ടാ പോന്നെ. ഓക്കെ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാ പോന്നെ. ഇവ രണ്ട് ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരൊറ്റ പോയിന്റ് മാത്രമേ അവര് സെയിം ആവത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരു വ്യത്യാസമാണ്. ഇവിടെ അവര് ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ ആനയുടെ ആടിന്റെയും വ്യത്യാസമാണ്. ഇവിടെയും പിന്നെയും വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യാസം കുറഞ്ഞു 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 വന്ന് ഇവിടെ മുട്ടി, ഇതാ വീണ്ടും പോകുന്ന വഴിക്ക് കണ്ടേ, വീണ്ടും പൊക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതാണ് വ്യത്യാസം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിനെ ഇതുമായിട്ട് എല്ലാ പോയിന്റിലും മാച്ച് ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ സ്ട്രെയിറ്റ് ലൈനെ മടക്കി ഇതിന്റെ കൂടെ വിടണം. അതാണ് ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ്. പേടിക്കണ്ട, പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈൻ ബെൻഡിങ്ങിലോട്ട് വരാൻ പോവാ. പേടിക്കണ്ട, സിമ്പിൾ സാധനം, അതായത് പ്യുവർ മാത്സാ. ഓക്കെ, വിഷ്വലി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു വര എടുത്തേക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ എക്സ് ആക്സിസിൽ കൂടെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുക. ഒരു റെഡ് ലൈൻ എടുത്ത്, ഓക്കെ, y = 0. ഇതാണ് നമ്മുടെ കറണ്ട് ഇക്വേഷൻ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു എക്സ് സ്ക്വയർ അങ്ങ് ആഡ് ചെയ്യാൻ പോയി 0യുടെ. അപ്പൊ നമ്മുടെ ലൈൻ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 0.2x² ആഡ് ചെയ്ത്, അപ്പൊ ഈ ലൈൻ വളഞ്ഞു കണ്ടോ. ഓക്കെ, ഞാൻ ഇനി ഇങ്ങനെ കൂട്ടി കൊടുത്താൽ കണ്ടോ, എക്സ് സ്ക്വയറിന്റെ വാല്യൂ കൂട്ടുന്നതനുസരിച്ച് ഈ ലൈൻ വളഞ്ഞു വരും. കണ്ടോ, അതായത് നേരത്തെ y = 0ന്റെ അകത്തോട്ട് നമ്മളിപ്പം 2x² ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ലൈൻ ഇത്രയും വളഞ്ഞു. ഇനി ഞാൻ തള്ളുവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ y = 2x² എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തിട്ട് നിങ്ങൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും, ഒരു മാറ്റവും ഇല്ല. അതായത് ഇവിടെ എത്ര, എക്സ് 1. ഓക്കെ, ആ 1 എടുത്ത് ഇത് ഇട്ട് നോക്ക്, അപ്പൊ y എന്തോ കിട്ടും, 2 കിട്ടും. അതല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോ ഈ പോയിന്റ് ഒരു 1.5. ഓക്കെ, 1.5 എടുത്ത്, അപ്പൊ ഈ 1.5 ഇട്ടിട്ട് കൊടുക്ക്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന y എന്താണോ അത് പ്ലോട്ട് ചെയ്ത് ഇരിക്കും. അതായത് നമ്മൾ ഈ എക്സിന് എത്ര വാല്യൂ ഇട്ട് കൊടുത്തിട്ട് അതിനെ പ്ലോട്ട് ചെയ്തെടുത്താൽ, അതായത് ഇങ്ങനെ, എന്നിട്ട് ആ ഡോട്ടുകളെല്ലാം ജോയിൻ ചെയ്ത് നമ്മളിങ്ങനെ വരച്ചത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ തള്ളുവല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, നിങ്ങൾക്കത് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് y = 2x² ഗ്രാഫ് ഇരിക്കുന്നത്. y = x² ഗ്രാഫ് നമുക്കറിയാലോ ഓൾറെഡി, വളഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്കെയിലിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ താഴെ ഓരോ യൂണിറ്റ് വീതമേ മാറുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ വ്യത്യാസമുണ്ട് സ്കെയിലിൽ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കില്ല, സ്കെയിലൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം
എനിക്ക് ബേസ് ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം നമ്മുടെ ലൈനിലോട്ട് ആഡ് ചെയ്താൽ അതിനെ നമുക്ക് വളയ്ക്കാം, യു പോലെ വളയ്ക്കാം. ഓക്കെ, ഇനി എക്സിന് വരെ ഞാൻ നെഗറ്റീവ് എക്സ് സ്ക്വയറാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെനിക്ക് താഴോട്ട് വളയ്ക്കാം. അതായത് മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പോസിറ്റീവ് സിമ്പിളാണ് കൊടുക്കുന്ന എക്സ് സ്ക്വയർ ടേം ആണെങ്കിൽ എനിക്ക് അതിനെ മേപ്പോട്ട് വളയ്ക്കാം. ഞാൻ നെഗറ്റീവ് സിമ്പിളാണ് കൊടുക്കുന്ന എക്സിന് എക്സ് സ്ക്വയറിൻ്റെ ടേം ആഡ് ചെയ്യുന്നെങ്കിൽ എനിക്ക് താഴോട്ട് വളയ്ക്കാം. അതാണ് മെയിൻ. ഓക്കെ, ഇനി ഞാൻ എക്സ് ക്യൂബ് ആഡ് ചെയ്യാൻ പോവാം. വേണ്ട, സീറോയ്ക്കകത്തോട്ട് കണ്ടോ, ഇത് എസ് പോലെ നിന്ന് വളയും. വേണ്ട, ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകാം. കണ്ടോ, ഇത് പോയത് നേരത്തത് ഇങ്ങനാ വളഞ്ഞതെങ്കിൽ ഇത് നോക്ക്, ഇത് ഇങ്ങനാ വളയുന്നത് എസ് പോലെ. കണ്ടോ, അതായത് നമ്മൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്തുകൊണ്ടിരുന്ന ലൈൻ ദ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇത് ഞാൻ നെഗറ്റീവിലോട്ട് ബെൻഡ് ചെയ്തല്ല, തിരിച്ച് വളയും. കണ്ടോ, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ടേം ആഡ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ വളയും. നിങ്ങൾക്ക് സംശയം ഉണ്ടേ ഒരു ഇതിൽ ഓരോ പോയിന്റ് കൊടുത്തു നോക്ക്. 1 ഇവിടെ കൊടുത്താൽ എന്താ 2 തന്നെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണേൽ കൊടുത്തു നോക്കാം, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് എക്സ് സ്ക്വയർ ടേം ആഡ് ചെയ്താൽ അത് യു പോലെ ബെൻഡ്, എക്സ് ക്യൂബ് ടേം ആഡ് ചെയ്താൽ അത് എസ് പോലെ ബെൻഡ്. അത്രയും മനസ്സിലല്ല. ഇനി ഞാൻ ഒരു 4th ഡയമെൻഷൻ ആഡ് ചെയ്യാം, എക്സ് റൈസ് ടു 4 ആഡ് ചെയ്യാം. അതാ ഇങ്ങനെയൊക്കെ വളയും, ഒരു ബൗള് പോലെ. അതായത് എക്സ് സ്ക്വയറിന്റെ കൂട്ട് ഇങ്ങനെ വളയുകയല്ല, ഒരു ബൗള് പോലെ വളയുക. കണ്ട, നോക്ക്, കണ്ട, ഞാൻ തിരിച്ച് നെഗറ്റീവ് എടുത്താൽ ഇങ്ങനെ വളയും. അപ്പൊ എന്ത് മനസ്സിലായി? എനിക്കൊരു സ്ട്രെയിറ്റ് ലൈനെ അതിന്റെ കൂടെ കുറെ സാധനം ആഡ് ചെയ്ത് കൊടുത്താൽ എനിക്ക് ബെൻഡ് ചെയ്യാം. മനസ്സിലായി? ഇനി ഞാൻ ഇതിന്റെ കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്താ ഇത്രയും എക്സ് സ്ക്വയർ എടുത്തു, അതിന്റെ കൂട്ടത്തിൽ ഞാൻ എക്സ് ക്യൂബ് ആഡ് ചെയ്യാൻ പോവാ. കണ്ടോ, വ്യത്യാസം എന്താന്ന് മനസ്സിലായി? നേരത്തെ വെറും എക്സ് ക്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒരു എക്സ് സ്ക്വയർ കൂടെ ആഡ് ചെയ്തപ്പം കണ്ടോ വ്യത്യാസം മാറുന്നുണ്ടോ? അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് വെറും എക്സ് ക്യൂബ് മാത്രം, വെറും ഒരു എക്സ് ക്യൂബ് മാത്രം ഉണ്ടായിരുന്നിടത്തോട്ട് ഞാനൊരു എക്സ് സ്ക്വയർ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും ആടും. ഇനി എനിക്ക് വേണമെങ്കിൽ ഒരു എക്സ് റൈസ് ടു നെഗറ്റീവിലോട്ട് പോയാൽ അത് വീണ്ടും ഇങ്ങനെ വളയും. അതായത് എനിക്ക് ഈ കോമ്പിനേഷൻ വെച്ചിട്ട് എൻ്റെ ലൈനിനെ എങ്ങനെ വേണേലും എനിക്ക് വളയ്ക്കാം. മനസ്സിലായോ? ഇതാണ് ടൈലർ സീരീസിന്റെ ഒരു ബേസിക്. ഓക്കെ, അതായത് ഈ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ്. ഇത് മനസ്സിലായില്ലേ? പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് വിഷ്വലി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് ടേമുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചെടുക്കാം. അത്രയും മാത്രം ഇപ്പൊ മനസ്സിലായത്. പറയാം എങ്ങനെ വളയ്ക്കാം എന്നൊക്കെ. കുറെ നേരമായിട്ട് കിടന്ന് പറയുന്നുണ്ടല്ലോ ഈ വളയ്ക്കുന്നു, മറിക്കുന്നു, തിരിക്കുന്നു. അപ്പൊ കുറെ പേർക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തിനായി ചെയ്യുന്നത്. കുറെ നേരം എക്സ്പോണന്റ് ആയിരുന്നു, പിന്നെ ലൈൻ അറ്റേ പോയിന്റ് ആയിരുന്നു, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ടൈലർ സീരീസ് എന്ന് പറഞ്ഞ സാധനം വന്ന് ഇപ്പൊ ലൈൻ ബെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ദിസ് ഓൾ മേക്ക് സെൻസ്. വെയിറ്റ്, അതായത് നമ്മൾ ഏതാണ്ട് ഓൾമോസ്റ്റ് അടുത്തെത്തി. ഓക്കെ, നമ്മുടെ നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ ഇത്, ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കിയെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ കാണുന്ന റെഡ് ലൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഈ ബ്ലൂ ലൈൻ നമ്മുടെ 1 എന്ന് പറഞ്ഞ പോയിന്റ് വരച്ച ലൈനും. ഓക്കെ, കുറെ പേർക്കെങ്കിലും ത്രൂ ഔട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ, ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ അത് കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ, കാരണം എക്സിന് 1 ഇട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ 1 എന്ന് തന്നെ കിട്ടും, അത് കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞു ജസ്റ്റ് വിഷ്വലൈസേഷന് വേണ്ടി മാത്രം സിമ്പിൾ ആക്കിയാണ്. ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് താപ്പോട്ട് ഇറക്കി തരാം. അതായത് ഇങ്ങനെ വേണേൽ ഏത് പോയിന്റ് വേണമെങ്കിലും പോയി എനിക്കിത് ഇപ്പൊ ഈ പോയിന്റിൽ അറിയണമെങ്കിൽ പോയിന്റ് 5 അറിയണമെങ്കിൽ പോയിന്റ് 5 ഒരു ടാൻജന്റ് വരച്ചാൽ മതി. അല്ലെ എനിക്ക് -1 അറിയണമെങ്കിൽ -1 ഒരു ടാൻജന്റ് വരച്ചാൽ മതി. അല്ലെ എനിക്ക് -0.82 അറിയണമെങ്കിൽ -0.82 ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ഈ റെഡ് ലൈൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഫംഗ്ഷന്റെ ഈ നമ്മൾ ഈ വരയ്ക്കുന്ന ടാൻജന്റ് ലൈനിന്റെ അവിടുത്തെ y വാല്യൂ സെയിം ആയിരിക്കണം, സ്ലോപ്പും സെയിം ആയിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ നോക്ക്, ഇവിടെ സ്ലോപ്പ് മേളിൽ താപ്പോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കുക, അതായത് ഒബ്വിയസ്ലി സ്ലോപ്പ് കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അതുപോലെ തന്നെ ലൈൻ മേളിൽ താപ്പോട്ട് വന്നോണ്ടിരിക്കുക, ലൈൻ്റെയും സ്ലോപ്പ് കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അത് കൺഫ്യൂഷൻ ആയെങ്കിൽ നേരത്തെ തൊട്ടേ നമ്മുടെ സ്ലോപ്പിന്റെ ഡയറക്ഷന്റെ ഒക്കെ കോൺസെപ്റ്റ് നോക്കി വന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. കൺഫ്യൂഷൻ തന്നെ വിട്ടു കളഞ്ഞിട്ട്. ഓക്കെ, ഞാനൊരു വേറൊരു പോയിന്റ് കൊണ്ട് വെച്ച്, ഏതാ സപ്പോസ് ഒരു 0.86. ഓക്കെ,
നമുക്ക് 1ലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 1 ഇട്ട് കൊടുത്താൽ 1ന്റെ സ്ക്വയർ 1 ആണെന്ന് നമുക്കറിയാം. പക്ഷേ 0.86ലെ വാല്യൂ കണ്ടുപിടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? 0.86 ഹോൾ സ്ക്വയർ എടുക്കണം. ആൻഡ് 0.86ന്റെ സ്ക്വയർ എടുക്കാൻ 1ന്റെ അത്ര എളുപ്പമല്ല. കാരണം 0.86 ഇൻറ്റു 0.86 ചെയ്യണം, എന്നല്ലേ കിട്ടൂ. പക്ഷെ നമ്മളൊരു ലൈൻ എടുത്ത് ഒരു വര വരച്ച് ആ ലൈനിന്റെ ഇക്വേഷൻ്റെ അകത്ത് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ, എക്സിന് 0.86 ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വൈയുടെ വാല്യൂ നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. 2 മൾട്ടിപ്ലിക്കേഷൻ നടത്തണ്ട. മേ ബി ചിലപ്പോൾ ഒരു അഡീഷൻ മാത്രം നടത്തിയാൽ മതിയായിരിക്കും, കിട്ടും. എന്നല്ല നമ്മൾ പറഞ്ഞു തന്നിട്ടില്ലേ. ഓക്കെ, നമ്മൾ വേറെയും പറഞ്ഞ എന്താ, അതായത് ഈ പോയിന്റിലുള്ളത് മാത്രമേ കിട്ടൂ. ഓക്കെ, കണ്ണുകൊണ്ട് അത് എങ്ങനെ നോക്കി ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നു. ഓക്കെ, അതായത് ടൈലർ സീരീസ് ആയിരുന്നെങ്കിൽ എല്ലാ പോയിന്റിലും, ഓക്കെ, എല്ലാ പോയിന്റിലും നമുക്ക് വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ ഈ ലൈനിന്റെ കേസ് എടുത്താൽ ഈ പോയിന്റിൽ മാത്രമേ ആ വാല്യൂ സെയിം ആവും. ഓക്കെ, കാരണം ഞാൻ ജസ്റ്റ് നോക്ക്, എവിടുന്നോ വരുന്ന ലൈൻ ഇവിടെ വന്ന് ഇവിടെ തട്ടി, ഇവിടെ മാത്രം മുട്ടി, എന്നിട്ട് നേരെ പോകുന്നത്. അപ്പൊ ഇവിടെ മാത്രമേ വൈ സെയിം ആവും. അല്ലാത്തിടത്തെല്ലാം എന്താ എക്സ് സെയിം ആയിരിക്കുന്നുണ്ട്. ഇവിടെ എക്സ് സെയിമാ, ഇവിടെ എക്സ് സെയിമാ. പക്ഷെ വ്യത്യാസം എന്താ നോക്ക്, 2 പോയിന്റിലായിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കേസും നോക്കുക, ഇവിടുന്ന് ഈ ഫംഗ്ഷൻ എന്താ മീൻസ് ഇവിടുന്ന് വന്ന് ഇങ്ങോട്ട് പോന്ന് ഒരു ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് അത് ഇവിടെ മാത്രം ടച്ച് ചെയ്ത്, അതുകൊണ്ട് ഈ 2 വാല്യൂസ് സെയിം. അല്ലാത്തടത്തല്ല ഈ വാല്യൂസ് വ്യത്യാസം. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ ലൈൻ വേണമെങ്കിൽ നമുക്കൊന്ന് വളച്ച് ഇതിനോട് എത്തിച്ചാൽ ഇതെല്ലാ പോയിന്റിലും സെയിം ആവുമെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലൈൻ ബെൻഡിങ്ങിന്റെ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തന്നെ. മനസ്സിലായില്ലായിരിക്കും, ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ നോക്ക്, ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്ത്, ഓക്കെ, ഇവിടെ എക്സ് 0.3 ഞാൻ അതേ പോയിന്റ് ഇവിടെ എടുത്ത് 0.3. ഓക്കെ, വൈയുടെ വാല്യൂ നോക്കി, ഇവിടെ 0.09. ഇവിടെ വൈയുടെ വാല്യൂ നോക്കിയേ, -0.2236. അതായത് ഒരിടത്ത് പോസിറ്റീവും ഒരിടത്ത് നേരെ നെഗറ്റീവും. ഓക്കെ, അത് മാത്രമല്ല, കണ്ണുകൊണ്ട് തന്നെ നോക്കൂ, ഇവിടെ ഈ പോയിന്റ് ഇവിടെ ഇരിക്കുന്നത്, ഇതാ ഈ പോയിന്റ്, ഈ കാണുന്ന ഈ കർസർ ഇരിക്കുന്നതാ പോയിന്റ്, ഇവിടെ ഇതാ പോയിന്റ്. ഓക്കെ, ഈ 2 പോയിന്റ് തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്, ഇത്ര ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? എന്നാൽ ഇവിടെ നോക്കി, ഇവിടുത്തെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ പക്ഷെ ഇച്ചിരിയുടെ ഗ്യാപ്പ് കുറവാ, കണ്ടോ? ഇവിടെ നോക്ക്, ഇവിടുന്ന് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ. ഇവിടുത്തെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ, കണ്ട? പക്ഷെ ഇവിടെ മാത്രം ഗ്യാപ്പ് ഇല്ല, കാരണം അവിടെ അവർ കൂട്ടിമുട്ടിയ. അപ്പൊ അത് മനസ്സിലായി, പോയിന്റുകൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഈ ലൈനെ വളച്ച് ഇങ്ങോട്ട് വെച്ചാലോ ഞാൻ ചോദിച്ചേ. ജസ്റ്റ് ഒരു അനിമേഷനിൽ കൂടെ കാണിച്ചത്. അതായത് ഞാൻ എന്താ ഇങ്ങനെ വളച്ച് ലൈനെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന്റെ മേലിലോട്ടൊന്ന് വെച്ചാലോ? മനസ്സിലായോ? ഇനി നോക്ക്, ഇനിതാ ഈ പോയിന്റിലെ ബ്ലൂവും സെയിമാ, റെഡും സെയിമാ, ഒരു മാറ്റമില്ല. ഈ പോയിന്റിലെ ബ്ലൂവും സെയിമാ, റെഡും സെയിമാ. ഈ പോയിന്റിലെ ബ്ലൂവും സെയിമാ, റെഡും സെയിമാ, ഒരു മാറ്റവും ഇല്ല. ഇപ്പതാ നോക്ക്, എല്ലാ പോയിന്റിലും ബ്ലൂവും റെഡും സെയിമാ. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി? നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരുന്നപ്പോൾ ഈ പോയിന്റ് മാത്രമേ സെയിം ഉള്ളൂ, അല്ലാത്തടത്തെല്ലാം ഇപ്പൊ ഇത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഇത് വളച്ച് ഈ സ്ട്രെയിറ്റ് ലൈനെ വളച്ച് ഇവിടം വരെ എത്തിക്കുമ്പോൾ എന്ത് പറ്റി? എല്ലാ പോയിന്റിലും സെയിമാ. ഓക്കെ, എല്ലാ പോയിന്റിലും. എന്താ ഏത് പോയിന്റ് ഞാൻ ഓടിച്ചാലും എന്നാ നോക്ക്, ഏത് പോയിന്റ് എടുത്താലും അവിടെ 2 വാല്യൂ സെയിമാ. ഓക്കെ, ഇതാണ് കോർ കോൺസെപ്റ്റ്. അതായത് ടൈലർ സീരീസ് എന്ന് പറയുന്ന ആക്ച്വലി നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിനെ വളയ്ക്കണം, ഇതുപോലെ എത്തിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വളച്ചെത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ പറഞ്ഞ എക്സ് സ്ക്വയർ ഇട്ടാൽ യു പോലെ വളയും. ഓക്കെ അല്ലേ? എക്സ് ക്യൂബ് ഇട്ട എസ് പോലെ വളയും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ നമ്മൾ ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ഈ പോയിന്റിൽ നമ്മളൊരു എക്സ് സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കും, ഒരു കോഎഫിഷ്യന്റ് ടേം കാണും. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് വളഞ്ഞ് ഇവിടെ വരും. മനസ്സിലായി? അതായത് നമ്മുടെ ലൈൻ കോൺസെപ്റ്റിൽ കണ്ട സെയിം സാധനം. അവിടെ നമ്മൾ ഒരു എക്സ് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ ലൈൻ എങ്ങനെ വളയുമെന്ന് കാണിച്ച്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് എന്താ? ഈ പോയിന്റിൽ മാത്രമേ ഈ വാല്യൂ സെയിമോ, ബാക്കി എല്ലാത്തിനും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇതിനെ വളയ്ക്കണം. ഓക്കെ, അപ്പൊ വളയ്ക്കാൻ എന്ത് ചെയ്യും? ഒരു ടേം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഒരു എക്സ് സ്ക്വയർ ടേം ആഡ് ചെയ്താൽ ഇത് യു പോലെ വളയ്ക്കാം. ഓക്കെ, ഇതാണ് കോർ കോൺസെപ്റ്റ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകത്തോട്ട് പോയിന്റ്സ് ആഡ് ചെയ്ത് ഇതുപോലെ ടേംസ് ആഡ് ചെയ്ത് അതിനെ ഇതുപോലെ വളച്ചെടുക്കും. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ടൈലർ സീരീസ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. കൺഫ്യൂഷൻ ആവണ്ട. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കിയാൽ മതി.
നമ്മളിപ്പോൾ നേരത്തെ വന്നിട്ട് ഒരു 1-2 എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. അതായത് ഈ കാണുന്ന നമ്മുടെ റെഡ് ലൈൻ ആണ് സൈൻ എക്സ്. അപ്പോൾ ചോദിക്കില്ലേ ഇത് കണ്ടിട്ട് സൈൻ എക്സ് പോലും തോന്നുന്നില്ലല്ലോ എന്ന്. സൈൻ എക്സിന്റെ ഒരു കൊച്ചു പാർട്ട് മാത്രം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനല്ലേ ഇത് പോകുന്നത്. ഇത് അതിന്റെ ഒരു -0.5 1 വരെയൊക്കെ മാത്രമുള്ള ചെറിയൊരു ഏരിയ മാത്രം. ഓക്കെ, സൈൻ എക്സിന്റെ. അപ്പം നമ്മൾ ഈ കാണുന്ന ഗ്രീൻ ലൈനാണ് നമ്മുടെ നമ്മൾ ശരിക്കും വരച്ചൊരു ഒരു സ്ട്രെയിറ്റ് ലൈൻ അറ്റ് എനി പോയിന്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് അതിനെ വളച്ച്, ഓക്കെ, വളച്ച് അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാനായിട്ട് ഏറ്റവും വലിയ എന്താ വെച്ചാൽ f(x) = x എന്ന് പറഞ്ഞ ലൈൻ വരച്ചാൽ ഇതുവഴി പാസ് ചെയ്ത് ഇതുവഴി ഇങ്ങനെ പോകുന്ന ലൈനാണ് സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, f(x) = x. അതിൻ്റെ അകത്തോട്ട് ഒരു -x³/6, കാരണം നമ്മൾ നേരത്തെ വന്നിട്ടുള്ള എന്താ ഒരു ക്യൂബ് ടേം ആഡ് ചെയ്ത് എസ് പോലെ വളയും. ഇതെങ്ങനെ എസ് പോലല്ലേ വളഞ്ഞിരിക്കുന്നത്, ചെക്ക് ചെയ്ത് നോക്ക്. അപ്പം എന്ത് ചെയ്ത് നമ്മളൊരു ക്യൂബ് ടേം ആഡ് ചെയ്ത്, പക്ഷെ നെഗറ്റീവ് ക്യൂബ് ടേം. ഓക്കെ, ആ വീഡിയോയിൽ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ എങ്ങനെ അത് ബെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ അടുത്തൊരു x⁵5 ടേം കൂടെ ആഡ് ചെയ്തപ്പോൾ അത് പിന്നെയും കൂടി ഇങ്ങനെ ബെൻഡായി. ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻസ് ഇത് ഒന്ന് -1/6, x³ കോഎഫിഷ്യന്റ് -1/6ഉം ഇവിടെ x⁵5 കോഎഫിഷ്യന്റ് 1/20. ഓക്കെ, മനസ്സിലായില്ല? കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് f(x) = 0 ഇവിടെ, അതായത് y = 0. പക്ഷെ f(x) = x എന്ന് പറഞ്ഞ ലൈനാ വരയ്ക്കുന്നത്, അത് ഇങ്ങനെ പോകും. മനസ്സിലായി? അതായത് ഇവിടെ ഇത് ഇങ്ങനെ ഒറിജിനൽ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് അങ്ങനെ ഒരു ലൈനാണ്. പക്ഷെ ഇവിടെ f(x) = 0 എന്ന് പറഞ്ഞ ലൈനാ വരച്ചത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്, അതിൻ്റെ അകത്തോട്ട് ഒരു ക്യൂബ് ടേം ആഡ് ചെയ്താൽ ഇത് എസ് പോലെ വളയും. മനസ്സിലായി? എസ് പോലെ വളയും. കണ്ടോ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, എസ് പോലെ വളഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ നേരത്തെ ഇത് കണ്ടവർക്ക് ഒരു സംശയം തോന്നും, അതായത് നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞാണ്ടേ x³ എന്ന് പറഞ്ഞ പോസിറ്റീവ് ടേം ഇവിടെ എടുക്കുന്നത്, കണ്ടോ? ഓക്കെ, അപ്പൊ അതാണ്ട ഇത് ഇങ്ങനെ ബെൻഡ് അയക്കുന്നത്, നോക്ക് ഇങ്ങനെ ബെൻഡ് അയക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഫംഗ്ഷനിൽ നോക്ക്, ഇത് നേരെ തിരിച്ച ഇങ്ങനെ ബെൻഡ് അയക്കുന്നത്. നമ്മൾ പോസിറ്റീവ് ബെൻഡ് ചെയ്തപ്പോ എങ്ങനെ ഇങ്ങനെ ബെൻഡ് ആയത്, കണ്ടോ? ഇങ്ങനെ ബെൻഡ് ആയി പോയത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ബെൻഡ് അയക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അത് വിട്ടേര്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, x³ എന്ന് പറഞ്ഞ ടേം നമുക്ക് ആഡ് ചെയ്താൽ എസ് പോലെ ബെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി നമുക്ക് പോകെ പറയാം. ഇവിടെ എന്താ, ഇവിടെ ഒരു എസ് പോലല്ലേ ബെൻഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ നോക്ക്, x³ ടേം ഉണ്ട്, അതേതാ -1/6. ആ ഒരു കോഎഫിഷ്യന്റ് ആഡ് ചെയ്തപ്പോൾ f(x) = x എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, ഇതുവഴി വരയ്ക്കുന്ന f(x) = x എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ വരച്ചു. അതിൻ്റെ അകത്തോട്ട് ഒരു -x³/6 ആഡ് ചെയ്തപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ വളഞ്ഞു. ഓക്കെ, ഇനി അതിൻ്റെ അകത്തോട്ട് x⁵5/120 ആഡ് ചെയ്തപ്പോഴാണ് പെർഫെക്റ്റ് സൈൻ എക്സിന്റെ കൂട്ടായത്. എവിടം വരെ? ഫുള്ള് സൈൻ എക്സ്. ഇത് സൈൻ എക്സിന്റെ ടൈലർ സീരീസ് ആണ്, ഒരിക്കലും വിചാരിക്കില്ലേ. ഓക്കെ, പോകാൻ മനസ്സിലായി. ഇത് സൈൻ എക്സിന്റെ ടൈലർ സീരീസിന്റെ ആദ്യത്തെ 3 ടേം മാത്രമാണ്. എത്രത്തോളം ടേംസ് ആഡ് ചെയ്യുന്നു അത്രത്തോളം ആക്യുറേറ്റ്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബാക്കി എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് f(x) = e⁻x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഇതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ f(x) = 1ൽ ഒരു ലൈൻ വരയ്ക്കുക. അതായത് f(x) = 1ൽ ഒരു ലൈൻ വരച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കും. അതായത് y = 1. ഈ പോയിന്റ് ആണ്, ഇവിടെ ഇങ്ങനെ വര വരയ്ക്കും. അതിന്റെ കൂടെ നമ്മളൊരു x ടേമും പിന്നെ ഒരു x²/2 ടേമും പിന്നെ ഒരു x³/6 ടേമും x⁴/24 കൂടെ ആഡ് ചെയ്താൽ ആ ലൈൻ ഏറെക്കുറെ ഇങ്ങനെ വളഞ്ഞു വരും. മനസ്സിലായോ? ആ ലൈൻ ഏറെക്കുറെ ഇങ്ങനെ വളഞ്ഞു വരും. അതായത് നമ്മൾ ഇവിടെ വരച്ച് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ വളച്ച് ഇങ്ങനെ ആക്കി. അതായത് ഈ കാണുന്ന റെഡ് ആണ് ആക്ച്വൽ ഫംഗ്ഷൻ. ഓക്കെ, പക്ഷെ ഈ കാണുന്ന ഗ്രീൻ ആണ് നമ്മൾ വളച്ച് അതിന്റെ മേളിൽ എത്തിച്ചത്. ഓക്കെ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ അകത്തോട്ട് ടേംസ് ആഡ് ചെയ്തുകൊണ്ട് ആ ലൈനെ ബെൻഡ് ചെയ്തു. ഇപ്പൊ എന്ത് പറ്റി? ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമല്ല, ഏറെക്കുറെ ഇവിടെ നോക്ക്, ഇവിടെ മാത്രമേ മിസ്മാച്ച് സംഭവിക്കും. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഓൾമോസ്റ്റ് ആക്യുറേറ്റാ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്, മാറുന്നുണ്ട്. അത് മാറാതിരിക്കണേ വീണ്ടും ബെൻഡ് ചെയ്ത് ഈ ടേം ആഡ് ചെയ്ത് അത് പോകാൻ മനസ്സിലാവും. ഇപ്പൊ നോക്ക്, ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എല്ലാ പോയിന്റിലും എല്ലാ y ടേമും സെയിം ആയിരിക്കും, സ്ലോപ്പും സെയിം. അതാ നോക്ക്, ഇത് മേലോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, സ്ലോപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഗ്രീൻ ഡോട്ടർ ലൈൻ നോക്ക്, അതായത് നമ്മുടെ ബെൻഡ് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ നോക്ക്, അതിന്റെ സ്ലോപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, കോസ്-എക്സിന്റെ ഫംഗ്ഷൻ നോക്ക്. ഇത് കോസ്-എക്സ് എവിടെ കൊണ്ടാന്ന് ചോദിക്കരുതാ. കോസ്-എക്സ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആവും. ഇത് കോസ്-എക്സിന്റെ ഒരു പാർട്ട് മാത്രം, അതായത് -1.5 1.5 വരെ ഉള്ളൊരു പാർട്ട് മാത്രം. നമ്മൾ ആക്ച്വലി f(x) = 1ൽ ഒരു ലൈൻ വരയ്ക്കും. അതായത് f(x) = 1 എന്ന് പറഞ്ഞാൽ y = 1. ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ,
ഇവിടെ എക്സാക്ട്ലി ഒരു ലൈൻ വരയ്ക്കും. ഇനി എന്ത് ചെയ്യും, നമ്മൾ -x²/2 വെച്ച് ഇതിനെ വളയ്ക്കും ഫസ്റ്റ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് കാണിച്ചത്. നമ്മുടെ തൊട്ട് മേളത്തെ ടേമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്തോട്ട് നമ്മൾ x² ടേം ആഡ് ചെയ്ത് അത് u പോലെ ബെൻഡ് ചെയ്യും. ഓക്കെ, ആ x² ടേം നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ കണ്ടോ, നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് u പോലെയും ബെൻഡ് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ മേലോട്ട് u പോലെയും ബെൻഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ ഫംഗ്ഷൻ എന്താ, ഇവിടെ താഴോട്ടല്ലേ u പോലെ ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഒരു x² ടേം ആയിരിക്കുമല്ലോ ആഡ് ചെയ്തത്. ഇതാ നോക്ക്, -x²/2 ആഡ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റി, ഇത് ബെൻഡ് ചെയ്ത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്തോട്ടൊരു +x²/24 എന്ന് പറഞ്ഞ ടേം കൂടെ ആഡ് ചെയ്തപ്പോൾ അത് ഇച്ചിരി കൂടെ ബെൻഡായി, ഏറെക്കുറെ ഇതുപോലെ സിമിലറായി. എവിടം വരെ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ. അത് കഴിയുമ്പോൾ മിസ്മാച്ച് ഉണ്ട്, പക്ഷെ കൂടുതൽ ടൈം ആഡ് ചെയ്താൽ വീണ്ടും അതിനനുസരിച്ച് ബെൻഡായി വന്നോളൂ. ഓക്കെ, ജസ്റ്റ് ആ എക്സാമ്പിൾസ് മനസ്സിലായി. അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകത്തോട്ട് ടേം ആഡ് ചെയ്ത് വളച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ കേസിലെല്ലാം ഈ ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കുന്നേ. ഓക്കെ, ഇതാണ് നമ്മുടെ f(x) = sin x ന്റെ ടൈലർ സീരീസിന്റെ തുടക്കം. ഇതാണ് നമ്മുടെ f(x) = e⁻x ന്റെ ടൈലർ സീരീസിന്റെ തുടക്കം. ഇതാണ് നമ്മുടെ f(x) = cos x ന്റെ ടൈലർ സീരീസിന്റെ തുടക്കം. അതായത് ടൈലർ സീരീസ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എടുത്തിട്ട് അതിന്റെ അകത്തോട്ട് ഇങ്ങനെ ഓരോ ടേംസ് ആഡ് ചെയ്ത് പൊക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് നമ്മുടെ ഫംഗ്ഷനോട് മാച്ച് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞത് എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ മാത്രമേ നമുക്ക് ആ വാല്യൂ കിട്ടത്തുള്ളൂ, കറക്റ്റ് വാല്യൂ സെയിം ആവത്തുള്ളൂ. പക്ഷേ ടൈലർ സീരീസിന്റെ കേസ് വന്നാൽ എല്ലാ പോയിന്റിലും കിട്ടുമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ അകത്തോട്ട് ടേമുകൾ ആഡ് ചെയ്ത് ആ സ്ട്രെയിറ്റ് ലൈനെ വളച്ച് എല്ലാ പോയിന്റിലും ആക്കാൻ നോക്കി. ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. അതായത് ടൈലർ സീരീസിന് എല്ലാ പോയിന്റിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലൈൻ ഒറ്റ പോയിന്റിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ലൈനിന്റെ അകത്തോട്ട് കുറെ ടേം ആഡ് ചെയ്ത് വളച്ച് നമ്മുടെ ഫംഗ്ഷൻ പോലാക്കി. ഇപ്പൊ ആ വളച്ച് വെച്ച ലൈനിന് എല്ലാ പോയിന്റിലെയും വാല്യൂ കിട്ടും, ടൈലർ സീരീസിന് എല്ലാ പോയിന്റിലെയും വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വളച്ച് വെച്ച ലൈനല്ലേ ശരിക്കും ടൈലർ സീരീസ് റെപ്രസെന്റേഷൻ. ഓക്കെ, കത്തിയത്. അതായത് നമ്മൾ ഈ വരച്ചേക്കുന്ന ഗ്രീൻ ഡോട്ടഡ് ലൈൻ ടൈലർ സീരീസ് ലൈനാണ്, വേറൊന്നുമല്ല. ഓക്കെ, നമ്മൾ ഈ ഇവിടെ വരച്ചു വെച്ചേക്കുന്ന എല്ലാ ഗ്രീൻ ഡോട്ടഡ് ലൈനും ഓരോ ടൈലർ സീരീസ് എക്സാമ്പിൾസാണ്. അതിന് എന്താന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം.